സെപ്റ്റംബർ 1 എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ, ആരോട് സംസാരിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, നിന്റെ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു. നിന്റെ രോഗപീഠകളുള്ളവർ, മറ്റു തരത്തിലുള്ള കുരുക്കിൽ ചെന്നവർ, സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾ നിവസിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു.
Lord, infuse your spirit of power and grace. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസക്കുറവാണ്. അത് നടക്കുമോ? അത്രയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃപാസനത്തിൽ വരും. അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരേതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാർ കൂടി നിൽക്കണ കാണുമ്പോൾ കയറണതാണ്. കയറുമ്പോൾ അങ്ങനെ ചുളിവിൽ ഒന്ന് തലക്കുടിപ്പിക്കുകയും ചെയ്യാവുന്നത്. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസമില്ല. ഈ സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ്. അങ്ങനെ വചനത്തിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ട്. അതെടുത്ത മോനെ അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 9-ാം വാക്യം. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഉറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ പറഞ്ഞപ്പോഴെന്ത് പറ്റി? അവൻ നടക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? ഈ വചനം കേട്ട് അവൻ്റെ വിശ്വാസ ലെവല് കൂടി സൗഖ്യം ഏത് സമയത്തും കത്തുപിടിക്കണ അവസ്ഥയായി. ഏത് സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ കൃപാസനത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതി എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും നനയൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ തലക്കൂടി നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല. കാര്യം അവർ അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ തലക്ക് പിടിച്ചിട്ടും കാര്യമില്ല. അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ? കൃപാസനം ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല. ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം. അവൻ സാക്ഷികളാവെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ. നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തനം 14:9 ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അതൊരു ഒക്കൾട്ട് വേടെന്ന് ഞാൻ ഇതിനൊക്കെ വിളിക്കണത്. ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ്. ഞാനിതിന് ഒക്കൾട്ട് വേടെന്ന് വിളിക്കുക, ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട്. അതിലൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം അവന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ എൻ്റെ വിശ്വാസത്തെ മർക്കോസ് 9:24 അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അത് സുഖം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഇന്നത്തെ വിഷയങ്ങളെ അതിജീവിക്കുവാനും പോന്ന വിശ്വാസത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 2019 ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടീൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 15 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. B1 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു. പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല, ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി. അപ്പോഴും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. പക്ഷെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു.
അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ 18 എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റ് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യപ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത്. ഞാനിരുന്ന് ബൈബിൾ വചനം കുറേ എഴുതി, സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും കുറേ കേട്ടു. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഏപ്രിൽ 18 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിനിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു. എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എത്രയോ കൊന്ത ചൊല്ലി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ലിസണിങ് വന്നു. ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഞാൻ ഒന്നും കേട്ടതില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്ന്. മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്ഥിരീകരിക്കാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. ഞാൻ 2 മൊഡ്യൂളിലും പാസ്സായി. ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. 10 ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം. അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. ഒരു 50 സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാൻ. പക്ഷേ ഞാനിരുന്ന് പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു. അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് 4-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് എക്സാം വന്നായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു, എനിക്ക് 4-ാം തീയതിയാണ് എക്സാം എന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു. എക്സാം സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ റീഡിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് ഒരു നിർബന്ധമല്ല, എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാസനത്തെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി, സ്പീക്കിങ് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഫുള്ള് പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു. എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റിനിരിക്കുന്നവരോടും കൃപാസനത്തെ പറ്റിയും യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പത്രം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോവുമായിരുന്നു. അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിലും ഞാൻ പത്രം കൊടുത്തു. മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി. എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി അറിയാവോ, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു മനസ്സിന് റിലീഫ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പാർട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ഞാൻ തലേന്ന് ഏത് ക്വസ്റ്റ്യൻ ആണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിന് കിട്ടിയത്. സ്പീക്കിങ് 2 ടൈലുണ്ട്. ഒന്നാമത്തെ ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത്. രണ്ടാമത്തെ ടൈലൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത് എനിക്കറിയത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ B2 വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു.
പക്ഷേ എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് എവിടുന്നാന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞതിനും കൂടെ വരും എന്നൊക്കെ. പക്ഷേ ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറി, ഞങ്ങൾ 2 പാർട്ട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി. എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു, ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം റിസൾട്ട് എങ്ങനെയായിരിക്കും അറിയാൻ. അങ്ങനെ റിസൾട്ട് വന്നു, ഞങ്ങൾ 2 പാസ്സായി. അങ്ങനെ മാതാവ് എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡിയായില്ല. രണ്ടാമത് ഞാൻ പ്രോസസ്സിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ ഉടമ്പടി തീർന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 29-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ്. വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ് മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. മെയ് തൊട്ട് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര ട്രബിളായിരുന്നു, ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് കൊച്ചി തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ. എനിക്ക് 24-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു. പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് 24-ാം തീയതി ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് വെക്കാൻ പോയി. അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് 50% ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു വിസ റിജക്റ്റ് ആവാതെ എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന്. അങ്ങനെ വിസ വെച്ച് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ 11-ന് ജർമ്മനിക്ക് പോവുകയാണ്. ഇതാണ് മാതാവ് എനിക്ക് തന്ന 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. ഒരു 7 വർഷത്തിൽ കൂടുതൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സ്മെല്ലടിച്ച പ്രശ്നം, സൗണ്ട് കേട്ട പ്രശ്നം, തലയനക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ 4 സൈഡിലും ഞാൻ പൂശുമായിരുന്നു. അങ്ങനെ ഇത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു 1, 2, 3 ടൈംസൊക്കെ ഇത് വരുമായിരുന്നു. അപ്പോൾ ഞാൻ പാരസിറ്റമോൾ, ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും ഇത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന വന്നിട്ടില്ല. മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാലോ അത് പോകുമായിരുന്നു. ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു. ഇതാണ് 2-ാമത്തെ സാക്ഷ്യം. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. എനിക്ക് മുഖത്ത് ചെറിയ പാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ ടൈമും ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുമ്പോഴും അവർ ഓരോ പേര് പറയും, ഓരോ മരുന്ന് തരും. പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച നിയോഗമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ പൂശി. ഇതെപ്പോഴാണ് പോയെന്നും എനിക്കറിയത്തില്ല. ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത്. പള്ളിയിലാകുമ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ, എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത്. പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു. നല്ല രീതിയിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. ഒരു ദിവസം ഞാൻ 60 പത്രം വരെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും. പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോകും. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം ഞാൻ ആ ഒരു ഡേ ഫുള്ള് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന് ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നു. അപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ കുളിപ്പിക്കുക, അവരെ നഖം വെട്ടിക്കൊടുക്കുക, അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട്.
പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. 2 വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ഡെയിലി എനിക്ക് ആദ്യം പേഴ്സണലായിട്ടുള്ള പ്രേയേഴ്സൊക്കെ കുറവായിരുന്നു. ഇപ്പം ഞാൻ ഒരു 3 റോസറി ഞാൻ മിനിമം ചെല്ലും. പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു, പക്ഷേ ഈശോയായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റോണ എന്നാണ്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 8, 2023 ജൂൺ 8, 2023 ഞാൻ ആദ്യമായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 4th ഇയർ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അലർജി ഉണ്ടായി. അപ്പോൾ ശരിയായ കാരണങ്ങൾ അറിയില്ലായിരുന്നു. ഈ അലർജി ഉണ്ടാവാൻ പെട്ടെന്ന് ഈ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടാലും ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് തന്നെ ശരീരം തടിക്കുകയും എൻ്റെ ഫേസേ മാറിപ്പോവായിരുന്നു. അങ്ങനെയായി. അപ്പോൾ 4th ഇയർ ഇങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കോളേജിൽ നിന്ന് തന്നെ ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ ലീവ് എടുത്തിട്ട് നീ വീട്ടിൽ പൊക്കോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ സ്കിന്നിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞപ്പോഴൊക്കെ ഡോക്ടർ ഒരു കൺഫർമേഷൻ പറയുന്നില്ല, ഇതെന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല, ഇതൊരു അലർജിയാണ്, ഒരു കാര്യം ചെയ്യ് ലിവോസിസോ സിട്രസനോ എടുത്ത് കഴിക്കുക മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെഫറൻസിന് തിരുവനന്തപുരം യോഗിരാജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർ പറയുന്നത്, ഇതിൻ്റെ പേര് ആർട്ടിക്കേരിയ എന്നതാണ്, അക്യൂട്ടായിരുന്നു, ഇപ്പോൾ ഇത് കൂടി ക്രോണിക്കായിട്ട് മാറി, ഇതങ്ങനെ മാറാൻ ചാൻസ് ഇല്ല, ചിലപ്പം മാറാം, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് അമ്മ പറയുന്നത്, ഇതുപോലെ കൃപാസനം എന്ന പള്ളിയുണ്ട്, മോൻ്റെ അസുഖം എന്തായാലും മാറും, അവിടെ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മ ഇങ്ങനെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് മാറില്ല എന്ന് പറയുന്നിടത്ത് എൻ്റെ എല്ലാ അലർജികളും, എനിക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, എൻ്റെ എല്ലാ അലർജിയും മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് യാതൊരുവിധ അലർജികളും ഇല്ല. ഇപ്പോൾ വരെ എനിക്ക് യാതൊരുവിധ അലർജികളും വന്നിട്ടില്ല. എനിക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയ സമയത്താണെങ്കിൽ പോലും എൻ്റെ എക്സാമിനൊന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ പരമായിട്ട് ഞാനൊന്നും അറ്റൻഡ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിലൊന്നും എനിക്കൊരു തടസ്സം വരാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് യൂറോപ്പ് പോലത്തെ ഏതെങ്കിലും കൺട്രിയിൽ പോകണം. അപ്പോൾ ഞാൻ OIT ഇരുന്ന് പഠിക്കുമായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ OIT പ്രാർത്ഥനയേക്കാൾ കൂടുതലിരുന്ന് പഠിക്കുമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വെറുതെ സമയം കളയണ്ട, നമുക്ക് എക്സ്പീരിയൻസ് ആണ് വലുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ ഞാൻ ആ സിംഗിൾ റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വലിയ സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ ആ വലിയ സിംഗിൾ റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ സിംഗിൾ റൂം തരാം, നീ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനായിരുന്നു. അപ്പോൾ ആ ഫാനെന്ന് പറയുന്നത് എൻ്റെ ഈ ഞാൻ കിടക്കുന്ന തലയോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ 10 ദിവസം ഞാൻ ആ റൂമിൽ കഴിഞ്ഞു. അപ്പോൾ 11ാമത്തെ ദിവസം ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫാനിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ഫാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഇത് എനിക്കന്ന് ഓഫായിരുന്നു. അപ്പോൾ എന്നോടിങ്ങനെ പറയാണ്, നീ ഈ റൂമിൽ നിൽക്കണ്ട, നീ ഇന്ന് നിൽക്കുകയേ വേണ്ട എന്നിങ്ങനെ എന്നോടിങ്ങനെ ആരോ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പുറത്ത് പോകാൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അവളുടെ കൂടെ പുറത്തൊക്കെ പോയി. ഞാൻ അവളുടെ തന്നെ റൂമിൽ കഴിഞ്ഞു ആ ദിവസം. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് 5:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴെ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിലോട്ട് എൻ്റെ റൂമിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഫുള്ള് പുകയും, അവിടെ ഫുള്ള് മറ്റേ ഫയറിൻ്റെ ഇതും പിന്നെ കുറേ ആൾക്കാരുമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഫാൻ, അതായത് ഞാൻ ആ തല വെച്ചിരുന്ന അതിൻ്റെ മുകളിൽ ആ ഫാൻ തീ പിടിച്ചിട്ട് താഴെ വീണ് ആ റൂം മൊത്തം കത്തിപ്പോയി. ആ റൂം മൊത്തം കത്തിപ്പോയി. എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കത്തിപ്പോവുകയുണ്ടായേ. പക്ഷേ മാതാവ് അനുഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സിന് ഒരു പ്രശ്നവും വരാതെ അവിടെ നിന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എല്ലാവരും വിചാരിച്ചത് ആ റൂമിനകത്ത് ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം ഓൾറെഡി റൂം ലോക്കായിരുന്നു, അവർക്ക് ഒരു രീതിയിലും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും റൂം ആളി കത്തുമായിരുന്നു.
കറക്റ്റ് എൻ്റെ തല ഇരുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ആ ഫാൻ തീ പിടിച്ച് തറയിലോട്ട് വീണ് തീ ആയത്. ബെഡിൽ നിന്നാണ് തീ ആളിക്കത്തി റൂം മൊത്തം തീ പിടിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഭയങ്കര അത്ഭുതമാണ്, മാതാവിൻ്റെ അത്ഭുതമാണ്, അങ്ങനെയാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ നിന്നു. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നാൾ നിന്ന ശേഷം റിസൈൻ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും എന്നാൽ OET ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അതിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് OET ട്രൈ ചെയ്തു. അപ്പോൾ OET ഒക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് OETയുടെ റിക്രൂട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തു. ഇനി വലിയ ഇതില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കൺട്രികളിലോട്ട്, അതായത് ന്യൂസിലൻഡ്, അയർലൻഡ് ഉള്ള രാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹം അച്ഛനെ എങ്ങനെയെങ്കിലും കാണണം, എനിക്ക് അച്ഛനെ കണ്ട ഒരിതാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ എടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതുപോലെ കാര്യങ്ങളാണ്, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരിത് വന്നത്, നിനക്ക് എന്തുകൊണ്ട് UK-യിൽ MSc നേഴ്സിംഗ് പഠിക്കാൻ പോയിക്കൂടാ, നിൻ്റെ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് പോയിക്കൂടാന്ന് പറഞ്ഞു. അപ്പം ആകെ കൂടെ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസത്തിന് മുന്നേ തന്നെ തുടങ്ങും, ഈ പ്രോസസ്സിങ് തുടങ്ങും. കാരണം UK-യിലെ പേപ്പർ വർക്ക് വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ആകെ 1 മാസമുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ OET അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോളേജിലോട്ടൊക്കെ മെയിൽ അയച്ചു. അവിടുന്ന് അയച്ച 3 യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പേപ്പർ എല്ലാം കറക്റ്റായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഹാഫ് എമൗണ്ട് അടച്ചാൽ മതിയായിരിക്കും, അത്യാവശ്യം അടച്ചാൽ മതി. പിന്നെ എൻ്റെ ലെറ്ററിനകത്ത് കണ്ടത് നിങ്ങൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എമൗണ്ട് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, പക്ഷേ അത്രയും എമൗണ്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇത് വിട്ടേക്ക് മോനെ, നമുക്കിത് വേണ്ടാന്ന് വെക്കാം, അല്ലെ മോൻ്റെ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇതെനിക്ക് മാതാവ് തന്നാണെങ്കിൽ മാതാവ് തന്നെ എനിക്കിത് ശരിയാക്കി തരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ പൈസയുടെ എല്ലാ കാര്യങ്ങളും അത്രയും എമൗണ്ട് അടയ്ക്കാനുള്ളത് ഒരുക്കി തന്നു എനിക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാധാരണ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളൊക്കെ ഒപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എല്ലാ എമൗണ്ടും, അതായത് എൻ്റെ ഫീസിൻ്റെ എത്രയാണോ, ലിവിങ് എക്സ്പെൻസ് എത്രയാണോ അത്രയും അടയ്ക്കാനുള്ളത് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് ഞാൻ പേപ്പർ വർക്കെല്ലാം നടന്നു. അപ്പോൾ ഈ ഫീസ് അടച്ചാൽ മാത്രമാണ് ക്യാസ് എന്ന് പറയുന്നൊരിത് കിട്ടുള്ളൂ. ക്യാസ് അവിടുത്തെ സ്പോൺസർഷിപ്പാണ്, അവിടെ കൺഫർമേഷൻ. അപ്പോൾ ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരി അവിടെ പഠിക്കാൻ ഓക്കെ ആയി എന്ന അർത്ഥം. അപ്പോൾ ഈ ക്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫീസെല്ലാം അടയ്ക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, റോണ ആഗസ്റ്റ് 10-നിപ്പുറം നിനക്ക് ഈ ക്യാസ് വന്നില്ലെങ്കിൽ നിനക്ക് പ്രയോറിറ്റി തന്നെ വെക്കേണ്ട വരും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട വിസയുടെ ഡബിൾ ഇരട്ടി നമ്മൾ അടയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു മേഡം ഇല്ല, അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗസ്റ്റ് 10 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒരു ഞായറാഴ്ചയായിരുന്നു. ഒരു 9 മണിയായപ്പോൾ എനിക്ക് വന്നു ഒരു മെയിൽ വന്നു, റോണ നിൻ്റെ ക്യാസ് റെഡിയാന്ന് പറഞ്ഞു വന്നു. ശരിക്കും എനിക്ക് മാതാവ് സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് വന്നത്. പക്ഷെ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഏജൻസിക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പം ഞാൻ അങ്ങ് അറിയാണ്ട് പ്രയോറിറ്റി എന്നാ ഒരു കാര്യം ചെയ്യാം, ടെൻഷൻ അടിച്ച് നിൽക്കണ്ടല്ലോ, പ്രയോറിറ്റി അങ്ങ് വെച്ചേക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം മെയിലിൽ വന്ന ക്യാസ് എനിക്ക് വരുന്നില്ല. എന്ത് ക്യാസ് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, എവിടെയാണെന്നറിയില്ല, ടെൻഷനാവുക. കാരണം ഓരോ ദിവസം പോകുമ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ടാണ് മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് നീ ചോദിച്ചത്, അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പം നീ അത് മാതാവിനോട് ക്ഷമ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വിസ തന്നെ വെക്കണം, മാതാവ് ഇതെനിക്ക് എങ്ങനെയെങ്കിലും തരണേന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വൈകിട്ടിരുന്ന് മുട്ടിപ്പായിട്ടിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടും മെയിൽ അയച്ചു. എനിക്കിതുപോലെ ഇത് വന്നു, പക്ഷേ എനിക്ക് ക്യാസ് എവിടെയായിട്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റു. ഞാനപ്പോൾ മെയിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെയിൽ കാണുന്നത് എൻ്റെ ക്യാസ് വന്നു എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ക്യാസൊക്കെ വന്നു, ഞാൻ വിസയ്ക്ക് വെച്ചേക്കുവാണ്. എനിക്കപ്പോൾ എന്നോട് അവിടുത്തെ ഏജൻസിക്കാർ പറഞ്ഞു, റോണയ്ക്ക് ഉറപ്പുണ്ടോ, കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 100% ഉറപ്പാണ്, ഇനിയും എനിക്ക് പ്രശ്നങ്ങളില്ല, എൻ്റെ റിസ്ക്കാണ്, എനിക്കൊരു മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്, ഈ ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസയ്ക്ക് വരും
എന്നുള്ളത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. എനിക്കൊന്നും എന്നെ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവർ പറയും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം അങ്ങനെയൊന്നും തണുത്തോളം ഒന്നും കുടിക്കാതിരുന്നാൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ തൊണ്ടയിൽ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഒരു പ്രശ്നം തന്നെയില്ല. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെയും കൊണ്ട് പറ്റാവുന്ന, എനിക്ക് ഈ സമയത്തൊന്നും ജോലിയില്ല, പക്ഷേ എന്നെയും കൊണ്ട് പറ്റാവുന്ന പോലെ തീരെ വയ്യാത്ത ഇതിലൊക്കെ ഉള്ളവരൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന വയ്യാത്തവരൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ വരുന്നവരെ ആണെങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കും. പിന്നെ ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു. കാരണം ആദ്യ സമയത്തിലൊന്നും വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ പോലും എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം പോലും ഇല്ല ഞാൻ കരുണക്കൊന്ത് ചൊല്ലാത്ത ദിവസങ്ങൾ. അതുപോലെ മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ OIT പഠിക്കുന്നിടത്ത് എവിടെയായാലും ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാതാവ് എനിക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈനിൽ എടുക്കുന്നവർ ഓൺലൈനിലും എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വന്ന് എടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എനിക്ക് ഈ ആഴ്ചയ്ക്കുള്ളിൽ വിസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച്, കാരണം അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പല സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാതാവിനോട് ഇതാണ് പറഞ്ഞത്, മാതാവേ എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ, അതും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്കത് വന്നത്. എനിക്ക് അറിയാവുന്നവർ തന്നെ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരും, അവിടെ അടുത്തായിട്ട് പള്ളി ഉള്ളതും ഒക്കെ. അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ എല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ ഞാൻ പറഞ്ഞേക്കാം എന്നുള്ളത്. പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ UK പോയി കഴിഞ്ഞാൽ നീ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എനിക്കങ്ങനെ വലിയ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ. ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റി, ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി 24-നാണ്. അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ദുബായിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും അതിനെ തുടർന്ന് അതിൻ്റെ പേപ്പർ വർക്കിനും കാര്യങ്ങൾക്കും ആയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അവർ വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വിസയും ടിക്കറ്റും നമുക്ക് അയച്ചു തരുന്നില്ലായിരുന്നു. അതിനെ തുടർന്ന് വേറുള്ള ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായാലും എനിക്ക് ദുബായിലുള്ള വിസ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്ന കാരണം എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ വിസയും ടിക്കറ്റും അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങിയ ആ സമയം തന്നെ എനിക്ക് എൻ്റെ മെയിലിലോട്ട് വിസയും ടിക്കറ്റും അവർ മെയിൽ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഓൾമോസ്റ്റ് ഒരു 14 hours ഒക്കെ വർക്ക് ചെയ്യണമായിരുന്നു ഒരു ദിവസം. പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം ഒരുപാട് താമസവും തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടേയിരുന്നു, എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ അനിയത്തി, അവളുടെ പേര് പ്രിയ എന്നാണ്. ഇവള് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടെ പാസ്സാകുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്ന സമയത്ത് അവൾക്ക് ഒരു ഇൻ്റർവ്യൂവും കിട്ടുന്നില്ലായിരുന്നു, ഒരു പ്ലേസ്മെൻറ്റും അവൾക്ക് കിട്ടാതെ വന്ന് ലാസ്റ്റ് ഒരേ ഒരു ഇൻ്റർവ്യൂ മാത്രം, പ്ലേസ്മെൻറ്റ് മാത്രം ബാക്കിയായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഇവളുടെ നൽകിയിട്ട് ഇവളോട് പറഞ്ഞു, ഇതുപോലെ ഉടമ്പടി കാശുരൂപം വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ആ കോളേജിൽ വന്നിരുന്ന ലാസ്റ്റത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവൾക്ക് കിട്ടി. അവൾ പൂനെയിൽ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതായി വെച്ചിരുന്നൊരു ആവശ്യമായിരുന്നു, എനിക്ക് ദുബായിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷം എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകണമെന്നുള്ളൊരു ആഗ്രഹം, അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന്. കാരണം OIT എക്സാം എഴുതുന്നവർക്കറിയാം, OIT എക്സാമിന് ഒരു 36,000 നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി മുടക്കണം. അപ്പം
അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. അപ്പം അത്രയും പൈസ എൻ്റെ കയ്യിൽ കളയാനില്ലാത്തതാണ് ഞാൻ വേറെ ഏതെങ്കിലും കേരള വിസയിലോ ഏതെങ്കിലും ഒരു വിസയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു OET എക്സാം എഴുതുന്നതിനെക്കുറിച്ച്. എങ്ങനെയായിരിക്കും അത് ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പേടിയായിരുന്നു. അത് അങ്ങനെ വന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു, ഒന്ന് OET എക്സാമിന് എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ച് നോക്കാം, പഠിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ, ഒന്ന് പഠിച്ച് നോക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യമേ പറഞ്ഞൊരു കാര്യം, മാതാവ് എനിക്ക് എല്ലാം ഒരുമിച്ച് തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു 2 സബ്ജക്റ്റ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് വരും. വീണ്ടും എക്സാം എഴുതാനാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് ഏതെങ്കിലും ഒരു 2 എണ്ണമെങ്കിലും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് കോയമ്പത്തൂർ എക്സാമിന് സെൻറ്റർ എടുത്തു. ഇവിടെ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഒരു കാശുരൂപം തന്നു. അതെല്ലാം വെച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2 വിഷയത്തിന് ജയിച്ചു, 2 വിഷയത്തിന് ഫെയിലായി. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി. ദുബായിൽ നിന്ന് രണ്ടാമത് എക്സാം എഴുതി. 2 വിഷയം മാത്രം പാസ്സാവുന്നുണ്ട്, 2 വിഷയത്തിന് ഞാൻ ഫെയിൽ ആയിക്കൊണ്ടിരുന്നു. 3ാമത് എക്സാം എഴുതി. അപ്പം 3ാമത് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തു. അപ്പം വിവാഹം നടന്ന ഹസ്ബൻഡ് അവിടെ സെറ്റിലായതാണ്. എനിക്ക് UK പോകേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നു. പക്ഷേ എനിക്ക് UK സ്കോർ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ വീണ്ടും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 4 സബ്ജക്റ്റിനും എനിക്കൊരു B തരണേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അത് നടന്നില്ല. 3ാമത്തെ തവണ എക്സാം എഴുതി ഫെയിലായി. അങ്ങനെ 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് UK പോയി. UK ചെന്ന് ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ആ വർഷം ഞാൻ പ്രഗ്നൻ്റായി. ഒരു 7ാം മാസം ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് കോയമ്പത്തൂർ തന്നെ സെൻറ്റർ എടുത്ത് എക്സാം എഴുതി കഴിഞ്ഞപ്പം മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. അയർലൻഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. പക്ഷേ എനിക്ക് പോകേണ്ടത് UK ആയത് കാരണം തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. 3-4 പ്രാവശ്യമായിട്ട് എക്സാം എഴുതുന്നു, ഫെയിലാവുന്നു. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊക്കെയാണെങ്കിലും UK അപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റുമല്ലോ, അത് നോക്കിയാച്ചാൽ പോരെ, ഇനിയും പൈസ എഴുതി എക്സാം എഴുതി പൈസ കളയണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് 5ാം പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആണിപ്പം, എനിക്ക് ഇനി ഒന്നുകൂടി എക്സാം എഴുതാൻ ഏത് സമയത്താണ് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഈ എക്സാമിനെ പാസ്സാകാൻ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് അച്ഛൻ്റെ ടോക്കും അതുപോലെ ഒരുപാട് ടെസ്റ്റിമണീസൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അച്ഛൻ എനിക്ക് അന്ന് തന്ന കാശുരൂപവും കൊന്തയെല്ലാം ആയി ഞാൻ UK തന്നെ എക്സാം എഴുതാൻ വേണ്ടി സെൻറ്ററിൽ പോയി. ഞാൻ അവിടെ ഉപ്പ് വിതറി ഞാൻ ഇരുന്ന സ്ഥലത്തിരുന്ന് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5ാമത്തെ തവണ എക്സാം എഴുതി ഞാൻ പാസ്സായി എല്ലാം. മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് OETയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ CBT എക്സാമും അവിടെ നിന്ന് എഴുതി, അതെല്ലാം പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഇവിടെ വരുമ്പം ഉറപ്പായിട്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് തിരിച്ചു പോകുമെന്ന്. അതുപോലെ ഇത്രയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പേഷ്യൻസായിട്ട് വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവിടെ കൃപാസനത്തെക്കുറിച്ചും കൃപാസനത്തിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ UK പോയി അവിടെ എനിക്ക് ഇത്രയും എല്ലാം കിട്ടിയ സമയത്ത് ഞാനിപ്പം ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടെ ഓരോരുത്തരെ കാണുകയും മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഞാൻ ഇവിടെയുള്ള ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക്
മരുന്ന് വാങ്ങിക്കാനും എല്ലാം ആയിട്ട് പൈസ അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം ആയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായന ഞാൻ ഒരു 10 മിനിറ്റ് എനിക്ക് സമയം കിട്ടും, 10 മിനിറ്റ് ഞാൻ അതൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഞാൻ കേൾക്കാറുണ്ട്. ഓൾമോസ്റ്റ് വരുന്നതെല്ലാം ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് എൻ്റെ പേര് ബോൺസി എം ജോയ്, ആലുവ അശോകപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസനം അൾത്താരയിൽ 2004 ഡിസംബർ 7-ാം തീയതി ആരാധനാ മധ്യേ കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയാകുന്നത്. തുടർന്ന് ഒരുപാട് സമയങ്ങളിൽ വിവിധങ്ങളായ ഭൂഖണ്ഡങ്ങളിലെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വിവിധങ്ങളായ സമയങ്ങളിൽ ഓരോ ദൈവമക്കൾ ഉടമ്പടി എടുത്തവരും അല്ലാത്തവരും ഒക്കെ പ്രത്യക്ഷത്തിൽ ഈ ദൈവമാതാവിനെ ദർശിച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത 2005 ഈ മകള് BCom പാസ്സാവുന്നത്, ഡിഗ്രി പാസ്സാവുന്നത്. അതിനുശേഷം 2007 തൊട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് A1 A2 എല്ലാം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് അതെല്ലാം നടക്കാതെ വന്നു. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ഇവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രത്യേകമായിട്ട് ഉപേക്ഷിച്ച് ഒരു വിഷയം, അതായത് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഉപേക്ഷിച്ച ഒരു ഫയൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്ത് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ദൈവമാതാവ് ആ ഫയലിൽ ഒപ്പിട്ട വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വിശ്വാസമൊന്നും ഇല്ലാതെയാണ് ആദ്യം കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്. മരിയൻ ഉടമ്പടിയുടെ നേർ അനുഭവങ്ങളിലൂടെയാണ് ഈ സഹോദരിയുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അത് ഇപ്രകാരം സാക്ഷ്യത്തിലൂടെ ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യത്തെ മുടികളൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാം, അതുമല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ മനസ്സൊന്ന് പതറിയപ്പോൾ തുടർന്നുള്ള മുടികൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഇവർ മുറിയിലായിരിക്കുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ ഫാനിൽ നിന്ന് ഒരു തൈലം ഇങ്ങനെ ഫാനിൽ നിന്ന് ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫാനിൽ നിന്ന് വല്ലതും കംപ്ലൈൻ്റ് ആയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൽ നല്ല മണവും വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം. തുടർന്ന് ഒരു വലിയ വചനം ഈ സഹോദരിക്ക് ലഭിക്കുകയാണ്. അത് മരിയൻ ഉടമ്പടി എടുത്തവരൊക്കെ മനപ്പാടമാക്കിയിരിക്കുന്ന ഒരു വചനമാണത്. പുറപ്പാട് 33:14 തിരുവചനം. ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മരിയൻ ഉടമ്പടിയാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവാണ് ഓരോരോ വിഷയങ്ങളിൽ, കാലങ്ങളിൽ, സന്ദർഭങ്ങളിൽ സഞ്ചരിച്ചെത്തി നമ്മളോട് കൂടെ യാത്ര ചെയ്ത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഈ സഹോദരി പറയുന്നുണ്ട്, ഇപ്രകാരം ദൈവമാതാവിൻ്റെ വലിയൊരു സന്ദേശം കിട്ടിയതിന് ശേഷം അങ്ങനെ ആ ഒരു ധൈര്യത്തോടു കൂടി ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ പോയി എക്സാം എഴുതി.
അപ്പോൾ എനിക്ക് സാധാരണ എഴുതണ പോലെ തന്നെയാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ തവണ ജയിക്കും. എന്താണെങ്കിലും ഈ വചനത്തിലൂടെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ, അപ്പം മാതാവ് കൂടെ ഉണ്ട്, അപ്പം ഇനി ഒന്നും പേടിക്കണ്ട, അങ്ങനെ കിട്ടും. അങ്ങനെ ഞാൻ ആ ധൈര്യത്തിൽ വീട്ടിലേക്കും പോന്നു. അപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. പക്ഷെ വീണ്ടും ചില തടസ്സങ്ങൾ നേരിടുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇനി ഈ വിസയുടെ പ്രോസസ്സിങ്ങിനും എല്ലാം ഞാൻ വെച്ചു, ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെയായിട്ട് അങ്ങനെ വെച്ച്. അപ്പോൾ ഇത്രയും ഏജൊക്കെ ആയതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും വെച്ച് നോക്കാൻ കിട്ടും എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ കൊടുത്തു. പ്രോസസ്സിങ് എല്ലാം വേഗം നടന്നു. ഇൻ്റർവ്യൂവും അതുപോലെ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂകളെല്ലാം എനിക്ക് എല്ലാം പാസ്സാക്കി തന്നു, എല്ലാം കിട്ടി. മാതാവിൻ്റെ ഈ ഉടുമ്പടി തൈലം വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്തത്, അത് നെറ്റ് വഴി. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂകൾ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ മനസ്സിലുണ്ട് എല്ലാം കിട്ടും, എല്ലാം ശരിയാവും, ഇനി ഒന്നും പേടിക്കണ്ടെന്നൊക്കെ. പക്ഷേ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ വിസ ഇതിൻ്റെ ലെറ്റർ വേഗം വന്നു. കാരണം ഇത് റിജക്ഷനായിട്ട് ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കിനി കിട്ടില്ല, ഇനി ഈ എൻ്റെ ഒരു ഏജ് വെച്ചുകൊണ്ട് ഇനി ഇതൊന്നും ശരിയാവില്ല, ഇനി ഒരിക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം, ഇനി ജർമ്മനിക്കൊന്നും നോക്കണ്ട. അപ്പോഴാണ് വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ ജർമ്മനിയിൽ ഒരു പുതിയ സിസ്റ്റം ദൈവമാതാവ് കൊണ്ടുവരികയാണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം. അതുവഴിയായിട്ട് ഈ മകൾക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള വിസ കിട്ടിയതിന് ശേഷം ആ വിസയുമായിട്ട് വന്നാണ് സാക്ഷ്യപ്പെടുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം തിരുവചനമാണ്. വചനം ഇതാണ്: ഇതാ ഒരു പുതിയ കാര്യം മുളയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വിജനപ്രദേശത്ത് പാതകളും മരുഭൂമിയിൽ നദികളും ഞാനുണ്ടാക്കും. അതായത് നീണ്ട 17 വർഷമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2005-ലാണ് ഡിഗ്രി പാസ്സായത്. ഈ വർഷങ്ങളിലൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു വിഷയത്തിന്മേൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്വർഗം ഒരു വലിയ പദ്ധതി കൊണ്ടുവരികയാണ്. ഇത് സ്വർഗം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലാതെ ഈ സഹോദരി സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇങ്ങനെ ഈ വിഷയം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ച ആ സമയത്ത് ആദ്യം പുറപ്പാട് 33:14 തിരുവചനത്തിലൂടെ ദൈവം ഈ സഹോദരിയോട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഈ ഒരു ജർമ്മൻ പദ്ധതി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും ഒരു വചനം ദൈവപിതാവ് ഈ സഹോദരിക്ക് കൊടുക്കുകയാണ്. അത് ഹബക്കുക്ക് 1:5 തിരുവചനമാണ്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ ഒരു വചനത്തിന് ശേഷമാണ്, ഈ ഒരു വചനം ഈ സഹോദരിക്ക് ദൈവപിതാവ് നൽകിയതിന് ശേഷമാണ് ആ ദിവസങ്ങളിൽ തന്നെ പുതിയൊരു സിസ്റ്റം ജർമ്മനിയിൽ കൊണ്ടുവരുന്നു, ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം. ആ ഒരു പുതിയ പദ്ധതി യെശയ്യാ 43:19 അനുസരിച്ച് ഒരു പുതിയ കാര്യം മുളയെടുക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വിജനപ്രദേശത്ത് ഒരു പാത ഈ മകൾക്ക് വേണ്ടി, ഉടമ്പടിയെടുത്ത ഈ മകൾക്ക് വേണ്ടി ദൈവം വെട്ടി ഇടുകയാണ്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ദൈവിക ഇടപെടലിലൂടെ ഇവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ഒരു വ്യത്യാസമാണ്. ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു ഭാഗം നമ്മുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ ഈശോ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിൻ. യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ ഈശോയാണ്
നമ്മുടെ ദാഹം അത് പല വിധത്തിലുള്ള ദാഹങ്ങളായിരിക്കാം. പല സമർപ്പിത ജീവിതത്തിലുള്ളവർ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അതായത് ഞങ്ങൾ റുട്ടീനായിട്ടുള്ള ഞങ്ങളുടെ സഭ അതും അല്ലെങ്കിൽ അധികാരികളൊക്കെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞങ്ങളിങ്ങനെ റുട്ടീനായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ മുറപ്രകാരമുള്ള കാനോനിക പ്രാർത്ഥനകളൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു വരൾച്ച ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം തൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിച്ചപ്പോൾ ആത്മാവിൻ്റെ വലിയ കൃപകൾ ഈ സഹോദരിയിൽ വന്ന് നിറഞ്ഞതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ഈ സഹോദരിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്, വ്യക്തമായൊരു ഉദാഹരണത്തിലൂടെ. അതായത് പറയുന്ന പ്രകാരമാണ്, ഞാൻ 2005 ഈ എൻ്റെ ഡിഗ്രി കാലയളവിന് ശേഷം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആയിരുന്നു ഞാൻ കുത്തിയിട്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ മക്കൾ ഇതേപോലെ ഫാഷൻ്റെ പുറകെ പോകുന്നു, അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നു. പിന്നെ ഇപ്പോൾ ഭവനങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു കാർ എടുക്കുന്നു, ആ ട്രെൻഡ് മാറുമ്പോൾ നമ്മൾക്ക് പണം ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി വേറെ ഒരു, അതായത് സൊസൈറ്റിയിലൊരു സ്റ്റാറ്റസിൻ്റെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ അത് മാറ്റി വേറെ, പിന്നെ ഇനി യൂത്ത് ആണെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അപ്പാരൽസ് മാറുന്നു, അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സസ് അതും ഇതേപോലെ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ഈ മകളുടെ ഒരു പാഷൻ ആ സമയത്ത് തോന്നിയതാണ്, എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് കുത്തണം. മരിയൻ ഉടമ്പടി ആയിരുന്നപ്പോൾ ഈശോ അവൾക്കൊരു ബോധ്യം കൊടുക്കുകയാണ്. എന്നോട് തന്നെ ഈശോ എന്നോട് സംസാരിച്ചു, ഇത് നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത ഇത് നീ ആയിട്ട് തന്നെ അത് ഉപേക്ഷിക്കുക. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ആധ്യാത്മിക വരൾച്ച അതുമല്ലെങ്കിൽ ഒരു ഉണങ്ങിയൊരവസ്ഥ ഉണ്ടാകാനുള്ള ഒരു കാരണവും ഇതാണ്. പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു പാഷൻ്റെ പിന്നാലെ പോയി, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ പിന്നാലെ പോയാണ്. തിരുവചനം വ്യക്തമായി ഇതിനൊരു മറുപടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം തിരുവചനം, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നമുക്കറിയാം, നമുക്ക് നിലനിൽക്കുന്ന ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത്. അല്ലാത്ത നിക്ഷേപങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തുരുമ്പും കീടങ്ങളും നശിപ്പിച്ചു പോകും, നശിപ്പിച്ചു കളയും. ആ വിഡ്ഢിയായ മനുഷ്യനോട്, കളപ്പുരകൾ പൊളിച്ച് വലുതാക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ആവശ്യപ്പെട്ടാൽ ഈ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? ഈ ഒരു ചോദ്യം നമ്മളെ നോക്കിയും ദൈവം ആവർത്തിക്കുന്നുണ്ട്. മരിയൻ ഉടമ്പടി എന്നത് സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ദൈവിക നടപടിയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവൻ്റെ ഗതി ഇതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വലിയ ഉപമ ഈശോ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സഹോദരിക്ക് ആ ഒരു വലിയ ബോധ്യം കിട്ടുകയാണ്. അതായത് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ബോഡിയുടെ ചിന്തകൾക്കനുസരിച്ചാണ് ഞാനൊരു തീരുമാനം എടുത്തത്, പക്ഷെ ഞാനത് ഈശോയോട് ആലോചന ചെയ്തില്ല. അപ്പോൾ തന്നെ ആ മകൾ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് സെക്കൻഡ് സ്റ്റഡ് വേണ്ട. ഞാനത് ഈശോയോട് ചോദിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായം 17-ാം തിരുവചനമാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ നീണ്ട 17 വർഷം നടക്കാത്ത ജർമ്മനി എന്നൊരു വലിയ സ്വപ്നമാണ് ദൈവപിതാവ് ഈ മകളുടെ
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഈ മകൾക്ക് നടത്തി കൊടുത്തത് എന്ന് മാത്രമല്ല, വലിയൊരു സ്വർഗീയ രഹസ്യം കൂടി ഈ മകളെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് എപ്പോഴും ദൈവത്തോട് കൂടിയാലോചന നടത്തണം, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയച്ചുരുക്കത്തിലൂടെ ആത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ സ്വർഗീയ ആനന്ദത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ എടുക്കുന്ന ജീവിതത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളും എല്ലാം പക്ഷെ നീ ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ, നിന്നോട് എല്ലാം ആലോചന ചെയ്തുകൊണ്ട് ദൈവഹിതം മാത്രം വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ പ്രവർത്തിക്കുവാനുള്ള വലിയൊരു അഭിഷേകം മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നതിലൂടെ ദൈവത്തിരുസന്നിധിയിൽ കൂടുതൽ സമ്പന്നരാക്കി, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച് കൂടുതൽ സമ്പന്നരാകുവാൻ ഈശോയെ ഈ ഒരു ലിവിങ് ഓറക്കിൾസ് ശുശ്രൂഷയുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക ഉൾക്കാഴ്ചയും ബോധ്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന